ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും ചിത്രയും ഇരുന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞതൊക്കെ നീ മറക്കണം, ഞാൻ കഴിഞ്ഞതെല്ലാം മറന്നില്ലേ എന്ന് സുമിത്ര ചോദിക്കാം. അപ്പോൾ ആ ഒരു കുറ്റബോധത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കുടിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു ചിത്ര. ദീപുവേട്ടൻ ഇത് നിർത്തുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾക്ക് നന്നാകണമെന്ന് തോന്നുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിനൊരു അവസരം കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് സുമിത്ര നേരം ചോദിച്ചു. ഇനി അവൻ മദ്യപിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യവും സുമിത്ര പറയുക. ഒന്നുകൂടി നമുക്ക് ശ്രമിച്ച് നോക്കാൻ ചിത്രേ, നീ നോക്കാൻ പറഞ്ഞു. വലിച്ചെറിഞ്ഞിട്ട് പോകാനും ഉപേക്ഷിച്ചിട്ട് പോകാനും ഒക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഒരവസരം നീ അവന് കൊടുക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിത്രയ്ക്ക് സങ്കടം വന്നു. ചിത്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഒരവസരം നീ അവന് കൊടുക്കുക, പറ്റില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പൊയ്ക്കൂ. പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ എന്നും സുമിത്ര ഇങ്ങനെ പറയണം. സുമിത്രയ്ക്ക് സങ്കടം വന്നു. ശരിയാകും, എല്ലാം ശരിയാകും, നീ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ ഇന്നത്തോടെ തീരണം എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയാം. നീ ഒരു കാര്യം ചെയ്യുക, ഒരു ഗ്ലാസ് ചായ എടുത്ത് അവന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങളും വരാം എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ സമാധാനിപ്പിക്കുക. പിണക്കവും പരിഭവവും എല്ലാം ഇന്നത്തോടുകൂടി തീരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിയെന്നും വിളിച്ച് സുമിത്ര കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിലായിരുന്നു നമ്മുടെ ചിത്രയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സരസ്വതി അമ്മേനെയാണ്. സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊബൈൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സച്ചിൻ അതിൽ ഇറങ്ങി വരുന്നു. സച്ചിൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ കണ്ടു. ഒരു ഐസ്ക്രീം എടുത്തതിന് എന്നെ കൊല്ലാൻ നോക്കിയവന് രാവിലെ ഒരുങ്ങിക്കെട്ടി വരുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടാൽ ഇവനെന്തൊരു മാന്യനാ, പക്ഷെ കയ്യിലിരിപ്പോ പരമ നാറിയുടേതും എന്നും പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ ഹായ് അച്ചമ്മേ എന്നും പറഞ്ഞു വന്നു. എന്ത് വേണം കച്ചമ്മയ്ക്കെന്ന് ചോദിച്ചു. നീ എന്നോട് വഴക്കിടാൻ നിൽക്കാതെ എവിടെ പോകുന്നു എന്ന് വെച്ചാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അയ്യോ, ഞാൻ വഴക്കിടാൻ വന്നതൊന്നും അല്ല എൻ്റെ അച്ചമ്മേ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്ത് കാര്യമാണെന്ന് ചോദിച്ചു സരസ്വതി അമ്മ. നിൻ്റെ ഒരു കാര്യം എനിക്ക് കേൾക്കേണ്ടെന്ന്. പിണങ്ങല്ലേ എൻ്റെ അച്ചമ്മേ. അതെ, ഇവളുടെ അമ്മയെ അച്ചമ്മയെങ്ങാനും വിളിച്ചായിരുന്നോ? അവളോ? അവൾ നിന്നേക്കാളും അഹങ്കാരിയാ എന്ന് സരസ്വതി അമ്മ. 3 തവണ ഞാൻ അവളെ എൻ്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു. അവൾ ഫോണും എടുത്തില്ല. ഇനി അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത് വരുന്നതല്ലാതെ ഞാൻ അവളെ അങ്ങോട്ട് വിളിക്കത്തില്ലെന്നും സരസ്വതി അമ്മയുടെ വക. എന്നോടാ അവളുടെ കളി എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ശീതൽ ഇങ്ങനെ വല്ലാതിരിക്കുക. അപ്പോൾ അങ്ങനെ വേണം, വിളിക്കരുത്, ഇങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയും ചെയ്യരുതെന്ന് നമ്മുടെ സച്ചിൻ. ഇതൊക്കെ കേട്ട് ശീതൽ ഇങ്ങനെ നോക്കുക. അല്ലെങ്കിൽ വേണ്ട, നമുക്കതിന് വേറൊരു വഴി ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ അന്നേരം സച്ചിൻ പറയാം. അച്ഛമ്മ ആ ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അതൊക്കെ പറയാം, തരൂ എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചു. എന്നിട്ട് സച്ചിൻ ആ ഫോൺ മേടിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കും അതിനകത്ത്. എന്നിട്ട് സച്ചിൻ്റെ ബാഗിലേക്ക് വെച്ചു. അപ്പോഴത്തേക്ക് സരസ്വതിയമ്മ ഞെട്ടി. എടാ സച്ചിൻ, നീ എന്താണ് ഈ കാണിച്ചേ? എൻ്റെ ഫോൺ എനിക്ക് തന്നേടാന്ന് പറഞ്ഞു. ആ സമയത്ത് അതെ, ഈ ഫോൺ കയ്യിലിരുന്നാലല്ലേ ശീതളിൻ്റെ അമ്മ ഇങ്ങോട്ട് വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് അങ്ങോട്ട് വിളിക്കാനും തോന്നത്തുള്ളൂ. ഇതെൻ്റെ ബാഗിലാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വേണ്ട, മര്യാദയ്ക്ക് എൻ്റെ ഫോണിങ് താടാന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ പിടിക്കാനും വലിക്കാനും തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും കൂടി ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ സച്ചിൻ അച്ഛമ്മയുടെ ഫോൺ കൊടുത്തേക്കാൻ പറഞ്ഞു ശീതൾ. അപ്പോൾ നോ ശീതൾ, നീ ഇതിൽ ഇടപെടാൻ നിൽക്കരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല എന്ന് ശീതളിനോട് പറയുകയും ചെയ്തു. ഇത് ഞാനും അച്ഛമ്മയും തമ്മിലുള്ള പ്രശ്നം, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, നീ ഇതിനകത്ത് ഇടപെടല്ലേ. അച്ഛമ്മയ്ക്ക് ഇന്നിനി ഫോണിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചും കാണിച്ചു. സരസ്വതിയമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ശീതളും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയം നീ സന്തോഷത്തോടെ ഇരിക്കണം. ഹോസ്പിറ്റലിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നേക്കാം, അതുവരെ നീയും അച്ഛമ്മയും കൂടി ഇവിടെ സംസാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ. അപ്പോൾ എന്നാൽ ശരിയേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും സരസ്വതിയമ്മ വീണ്ടും പിടിച്ച് നിർത്തിയിട്ട് എടാ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തന്നിട്ട് പോകാനാ പറഞ്ഞതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോൾ അച്ഛമ്മയെന്ന് വിളിച്ചുകൊണ്ട് ശീതൾ പിന്നീന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ. ഈ സമയത്ത് സരസ്വതിയമ്മയെയും അതുപോലെ ശീതളിനെയും പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് ഈ സച്ചിൻ പോകുന്നത്. അപ്പോൾ തുറക്കാനാ പറഞ്ഞത്. തുറക്കടാ സച്ചിൻ, നീ എന്ത് ഈ കാണിക്കുന്നത്, തുറക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പൂട്ടലും കഴിഞ്ഞ് ആശാൻ അങ്ങ് പോയി. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ സരസ്വതിയമ്മ. ആ സമയത്ത് എന്നും സച്ചിൻ ഇതുപോലെ എന്നെ ഇവിടെ പൂട്ടിയിട്ടിട്ടാ അവൻ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞു. ഈശ്വര, നിന്നെ പൂട്ടിയിട്ടിട്ടാണോ അവൻ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പം അതെ അച്ഛമ്മയെന്ന് പറഞ്ഞു. അച്ഛമ്മ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ ശീതൾ പറഞ്ഞു കൊടുക്കുക. ഒരു കാര്യത്തിനും സച്ചിനോട് വഴക്കിടാനായിട്ട് പോകരുതെന്നും പറഞ്ഞു. പിന്നെ സച്ചിൻ ചിലപ്പോൾ അച്ഛമ്മയെ ഉപദ്രവിച്ചെന്ന് വരും എന്നൊക്കെ പറഞ്ഞപ്പം നിൻ്റെ ഫോൺ ഇങ്ങെത്താ, ഞാൻ സുമിത്രയൊന്ന് വിളിക്കട്ടെ.
അപ്പോൾ അതും സച്ചിൻ കൊണ്ടുപോയി എന്നുള്ള കാര്യം ശീതൾ പറയാം. എന്നും രാവിലെ എൻ്റെ ഫോൺ ബാഗിലിട്ട് സച്ചിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യം പറഞ്ഞു. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഓണാക്കി തരികയും ചെയ്യുമെന്നും പറഞ്ഞു. സച്ചിൻ്റെ മുമ്പിൽ വെച്ച് സ്പീക്കർ ഫോണിലിട്ട് ആരോടെങ്കിലും സംസാരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാതിരുന്നതെന്നുള്ള കാര്യവും ശീതൾ പറഞ്ഞപ്പോഴാണ് സച്ചിൻ്റെ കാര്യങ്ങളെല്ലാം സരസ്വതിയമ്മയ്ക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്കിത് ശീലമായിക്കോളൂ അച്ഛമ്മേ, ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലെന്നും ശീതൾ സച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈശ്വര, ഞാൻ വന്നത് ആകെ അബദ്ധമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതിയമ്മയോടെ അങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുമിത്രയും പൂജമോളും കൂടി വീട്ടിലോട്ട് പോകാൻ വണ്ടി കാത്ത് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക. ആ സമയത്ത് പൂജയ്ക്ക് തോന്നി സരസ്വതിയമ്മയുടെ കാര്യം പറയാമെന്ന്. ഞാനേ അമ്മയൊന്ന് വിളിക്കട്ടെ, അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അമ്മ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് സുമിത്ര ഇങ്ങനെ പൂജയോട് ചോദിച്ചപ്പോൾ അത് ചിലപ്പോൾ ചാർജ് വല്ലതും തീർന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശീതളിൻ്റെ കൂടെ പോയിട്ട് നമ്മളൊന്ന് വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഉഫ്, എന്തൊരു സ്വഭാവം ഇത്. പിന്നെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക എന്നും പറഞ്ഞ് സുമിത്ര. വല്ലയിടത്തും ഫോൺ കൊണ്ടുപോയി കളഞ്ഞു കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര പറയാം. അവിടെ കിടന്ന ചാർജും തീർന്നു പോയി കാണും. അപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ, ഈ അമ്മയുടെ ഒരു കാര്യം എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പൂജ ഇങ്ങനെ പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിക്കാം. അപ്പോൾ എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വെച്ചോ മോളെ, വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചപ്പം പോരമ്മേ, ഇപ്പം തന്നെ എനിക്ക് അമ്മയോട് അത് പറയണം. വീട്ടിൽ വെച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത്രത്തോളം ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഗൗരവമുള്ള കാര്യമാണ്? ആ, ഗൗരവമുള്ള കാര്യം മാത്രമല്ല, അത് പറയാൻ പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. പേടിയോ? എന്തിനാ മോളെ? ഇത്രയും നാളും അമ്മ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരാളിനെക്കുറിച്ചാണ് എനിക്ക് അമ്മയോട് പറയാനുള്ളതെന്ന് പറഞ്ഞു. അതാരാ? പ്രതീക്ഷേട്ടനെക്കുറിച്ചാന്ന് പറയും. പ്രതീഷിനെക്കുറിച്ചോ? വിദേശത്ത് പോയ എൻ്റെ മോനെക്കുറിച്ച് നിനക്ക് എന്ത് പറയാനാ മോളെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ കരുതുന്നത് പോലെ പ്രതീക്ഷേട്ടൻ വിദേശത്തൊന്നും അല്ല. പിന്നെ പ്രതീക്ഷേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് പിന്നെ അമ്മ അത് പ്രതീക്ഷേട്ടൻ ഇപ്പോൾ ജയിലിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. മോളെ, നീ വെറുതെ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞപ്പം സത്യം ഞാൻ പറഞ്ഞത്. ഏതോ കേസിൽ പെട്ട് പ്രതീക്ഷേട്ടൻ ഇവിടുത്തെ ജയിലിലായിട്ട് ഒരുപാട് നാളായെന്നും ജാമ്യം പോലും കിട്ടാതെ ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുകയാണെന്നുള്ള കാര്യങ്ങളും പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്ര ഞെട്ടിപ്പോയി. സുമിത്രയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. സുമിത്ര ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ മോളെ, ഇത് അപ്പോഴേക്കും തളർന്ന് വീഴാൻ പോണു. വേഗം തന്നെ പൂജ സുമിത്ര ഇങ്ങനെ പിടിച്ചു. പെട്ടെന്ന് സുമിത്ര ബോധം കെട്ട് വീണു. അപ്പം അമ്മയെ കണ്ണ് തുറക്കാൻ പറഞ്ഞ് പൂജ ഇങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ സുമിത്ര ആദ്യമൊന്നും എഴുന്നേറ്റില്ല. പിന്നെ കുറേ തട്ടി ഇങ്ങനെ പൂജ വിളിച്ചപ്പോഴത്തേക്കും പതുക്കെ എഴുന്നേറ്റു. സുമിത്രയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. സുമിത്രയാണെങ്കിൽ വാ വിട്ടിരുന്ന് കരയാം. അപ്പോൾ എന്തിനാ അവൻ ജയിലിൽ പോയത്? എന്നോട് എന്തിനാ എല്ലാവരും എല്ലാം മറച്ചു വെച്ചതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ സുമിത്ര ഇങ്ങനെ പൂജയോട് ചോദിക്കുന്നു. അപ്പോൾ പൂജ ഈ രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്രയോട് ആ നിമിഷം പറയുവാണ്. അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് വീണ്ടും സങ്കടം കൂടി. എന്തിനാമേ അനിരുദ്ധേട്ടൻ നമ്മളോട് ഇത് മറച്ചു വെച്ചതെന്ന് പൂജയും ചോദിക്കാം. അങ്ങനെ സുമിത്ര അവിടെ ഇരുന്ന് വാ വിട്ട് കരയാം, ബസ് സ്റ്റോപ്പാണെന്ന് പോലും നോക്കാതെ. അപ്പോൾ അമ്മ കരയാതെ എന്നും പറഞ്ഞ് പൂജ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര, എനിക്കറിയണം, ഇത് സത്യമാണോ എന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞ് സുമിത്ര പോകാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു പൂജ. ഞാൻ പറയുന്നൊന്ന് കേൾക്കാമേ പ്ലീസ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മറ്റൊന്നും അറിയില്ല. പിന്നെ രഞ്ജിത ആൻറ്റി പറഞ്ഞ അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ നേരത്തേക്കും പറഞ്ഞു. സുമിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കരച്ചില്ല. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് മമ്മി എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് വീട്ടിലേക്ക് തുള്ളിച്ചാടി വരിക. വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു മമ്മിയോട്. എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മമ്മിയുടെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു മകൻ. പൂജ എല്ലാ കാര്യങ്ങളും സുമിത്ര ആൻറ്റിയോട് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അമ്മയും അച്ഛനും ഭയങ്കര സന്തോഷം. കേട്ട പാതി കേൾക്കാത്ത പാതി സുമിത്ര ആൻറ്റി വിറച്ചുകൊണ്ട് താഴേക്ക് വീണു. അയ്യോ, രഞ്ജിതയുടെ സന്തോഷം ഒന്ന് കാണണം. അവരാകെ പാനിക്കായി പോയെന്ന് അവൾ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴും അവർക്ക് സമനില വീണ്ടും കിട്ടിയിട്ടില്ലെന്നാ പൂജ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിരി നമ്മുടെ അരവിന്ദേട്ടൻ. പൊളി, അയ്യോ എൻ്റെ രഞ്ജു തന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതുപോലൊരു കളി കളിക്കാൻ എൻ്റെ രഞ്ജുവിന് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രഞ്ജുവിനെ അങ്ങ് പൊക്കി അങ്ങ് വിടുന്നു. അപ്പോൾ പൂജ പിന്നെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ അവരുടെ ശ്വാസം നിലച്ചു പോയെന്നാണ് പൂജ പറഞ്ഞത്. ശ്വാസം മേലോട്ടങ്ങ് പോയിരുന്നെങ്കിൽ അരവിന്ദേട്ടാ വെറുതെ ഫൂളിഷ്നെസ് പറയരുത് കേട്ടോ.
ഒറ്റയടിക്ക് അവളെ അങ്ങ് മേലോട്ട് വിടാനല്ല ഞാനിതൊക്കെ ചെയ്തത്, മനസ്സിലായോ എന്ന് പറഞ്ഞ് അരവിന്ദനെ കടിച്ചു തിന്നാൻ ചെല്ലുന്നു രഞ്ജിത. അത് പിന്നെ രഞ്ജു, എനിക്ക് ഒരു ആവേശം കാണിക്കാൻ നിങ്ങളാരാ? പൂരം കമ്മിറ്റിക്കാരനോ? കണക്ക് കൂട്ടിയുള്ള കളിയാ. അവിടെ ആവേശമല്ല വേണ്ടത്, തന്ത്രപൂർവ്വമുള്ള കരുനീക്കങ്ങളാ. അതിനിടയിൽ ഇതുപോലുള്ള ആവേശം കൊണ്ട് വന്നാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത ദേഷ്യപ്പെടുന്നു. എടാ നീ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു മകനോട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പൂജയുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നീ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം മമ്മി പൂജ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. സുമിത്രാൻ്റെ അടുത്തിരിക്കേണ്ടതിന് പൂജ ഇന്ന് ഓഫീസിലേക്ക് വരില്ല എന്ന്. അപ്പം അത് മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രഞ്ജിത അന്നേരം പറയുന്നു. പെട്ടെന്ന് അരവിന്ദേട്ടാ, സുമിത്രയ്ക്ക് പ്രതീഷിനെ കാണാനുള്ള ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണം നാളെ തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും അതിപ്പോൾ നമ്മളെന്തിനാ എടുക്കുന്നത്, നിങ്ങളോട് പറയുന്നത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജു, ഞാൻ ചെന്നാൽ നിങ്ങൾ തന്നെ പോകണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, മമ്മി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പൂജയുമായിട്ട് നിനക്ക് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഒരു കാരണവശാലും സുമിത്ര അറിയാൻ ഇട വരരുതെന്നുള്ള കാര്യം പറഞ്ഞു. എന്നാൽ ഒരു പ്രശ്നം വന്നാൽ പൂജയ്ക്കൊപ്പം നീ ഉണ്ടാകുമെന്ന് അവൾക്ക് തോന്നുകയും വേണം എന്നുള്ള കാര്യവും പറയണം. അവളെ അങ്ങനെ തോന്നിപ്പിക്കണം. മനസ്സിലായോ നിനക്ക് ഞാൻ പറഞ്ഞത്? മനസ്സിലായി മമ്മി എന്ന് മകന്. അങ്ങനെ സ്വപ്നലോകത്താണ്. ഇപ്പോഴാ എൻ്റെ മനസ്സിൽ ഒരു മഴ പെയ്തു തോർന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജിത ഇങ്ങനെ ഭയങ്കര സ്വപ്നം കാണും. അവളുടെ കണ്ണുകൾ രണ്ട് നിറഞ്ഞൊഴുകുന്ന എനിക്ക് കാണണം. എന്തിനാ? അവളുടെ ഒരു ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലും എനിക്കിപ്പോൾ ഇവിടെ നിന്ന് തൊട്ടറിയാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ രഞ്ജിത പറയണു. ഇനി അവൾ അനിരുദ്ധിനെ വിളിക്കാൻ തുടങ്ങും. താനിത് ഒളിപ്പിച്ചു വെച്ച രഹസ്യമാണെന്ന് അവൻ എങ്ങനെ സുമിത്രയോട് പറയാൻ പറ്റും എന്നുള്ള കാര്യം രഞ്ജിത അവിടെ നിന്ന് പറയണം. സുമിത്രയുടെ സങ്കടം ഇപ്പോൾ പൊട്ടി ഒഴുകും. ഒഴുകട്ടെ, ഒഴുകി അതൊരു തീരാ കടലാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ ഭയങ്കര ചിരിയ. അപ്പോൾ അങ്ങനെ ഈ രഞ്ജിത നിന്ന് കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മകൻ പറയും, എനിക്ക് മമ്മിയുടെ ചിരിയൊക്കെ കണ്ടിട്ട് പേടിയാവുകയാണെന്ന്. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനോടാ? ഇതൊക്കെ കാണാനും കേൾക്കാനും വേണ്ടിയല്ല ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ഇനി സുമിത്രയുടെ കാലമാണ്, അവളുടെ കരച്ചിലിൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത ഭയങ്കര ഇതിലിങ്ങനെ സംസാരിക്കുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം രഞ്ജിതയ്ക്ക്. ഈ സമയത്ത് നമ്മുടെ സുമിത്രയെ പിടിച്ച ഒരു രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു പൂജ. ആ സമയത്ത് പണ്ട് മകൻ അമ്മയെ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതുമായ കാര്യങ്ങളെല്ലാം ആലോചിക്കുക. അന്നും ഇന്നും എന്നും നമ്മുടെ സുമിത്രയ്ക്ക് കൂടെ ഒരു താങ്ങായിട്ടുണ്ടായിരുന്നത് പ്രതീഷാണ്. ആ പ്രതീഷ് ജയിലിലാണെന്ന് പറഞ്ഞ് സുമിത്ര തകർന്നിരിക്കുമല്ലേ. അപ്പം ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട, നീ അനിരുദ്ധിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു, എനിക്ക് അവനോട് സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അനന്യ അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ ഇപ്പോൾ അനിരുദ്ധിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അനന്യ. അപ്പോൾ അവൻ അകത്തില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അനന്യ. എന്തിനാ ഇപ്പോൾ വിളിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് അനന്യ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു സുമിത്ര. എനിക്ക് അവനോട് ഉടനെ സംസാരിക്കണം, നീ അവനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് സുമിത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനന്യയ്ക്ക് അത് കേട്ടപ്പോൾ പേടിയായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവരും